ബാക്കി എല്ലാ ബുക്കും വേഗം അടിച്ചു വെച്ചേ. സാർ ഇപ്പോൾ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിച്ചു തരും. ബാക്കി എല്ലാ ബുക്കുകളും എല്ലാവരും അടയ്ക്കുക. എക്സാമിന്റെ ഡയറി മാത്രം നിങ്ങളുടെ ടേബിളിൽ മതി. നിങ്ങൾ പഠിച്ചത് എന്തുവാണോ അത് മാത്രം എഴുതി വെക്കുക. വേറെ അവിടെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സാർ ഇപ്പോൾ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിച്ചു തരും. പാരന്റ്സ് ഒന്ന് വാച്ച് ചെയ്യാം. ശ്രദ്ധിക്കുക മക്കളെ, പറയുന്ന പോലെ കേൾക്കാം കേട്ടോ. ഫസ്റ്റ് 2 ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ ഇപ്പൊ തന്നെ നമ്പർ ഇട്ട് എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ വായിച്ചു തരാം. വിച്ച് among the following is a human cause of business risk? താഴെ പറയുന്നവർ ഏതാണ് ഹ്യൂമൻ കോസ് ഓഫ് ബിസിനസ് റിസ്ക്? എർത്ത് മിസ്മാനേജ്മെന്റ്, ചേഞ്ച് ഇൻ ഡിമാൻഡ്, കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്. ഇതിൽ ഏതാണ് ഹ്യൂമൻ കോസ് ഓഫ് ബിസിനസ് റിസ്ക് എന്ന് വേഗം ആൻസർ ചെയ്താ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രേഡ് ബിറ്റ്വീൻ 2 persons belongs to same country is called എക്സ്റ്റേണൽ ട്രേഡ്, ഇന്റേണൽ ട്രേഡ്, ഫോറിൻ ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ്. ഈ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വേഗം ഇപ്പൊ തന്നെ എഴുതി. എഴുതി കഴിഞ്ഞെങ്കിൽ ടാറ്റ കാണിച്ചേ. ഈ 2 1 വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതി കഴിഞ്ഞെങ്കിൽ, യെസ് എഴുതി കഴിഞ്ഞെങ്കിൽ മക്കൾ വേഗം തന്നെ 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് വേഗം നോട്ട് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇട്ടാൽ മതി. എക്സ്ട്രാക്റ്റീവിന്റെ 2 എക്സാമ്പിൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. നാലാമത്തെ നോക്കിയേ. മോഹൻ എ ടീച്ചർ ഇൻ എറണാകുളം brought a car for rupees 5 lakh. After 2 months he sold to Rajan rupees 6 lakh. It is a business activity. Why? മോഹൻ ഒരു ടീച്ചറാണ്. ആളൊരു കാർ വാങ്ങിച്ചു 5 ലക്ഷം രൂപയ്ക്ക്. 2 മന്ത് കഴിഞ്ഞപ്പോൾ കാറ് രാജുവിന് 6 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇതൊരു ബിസിനസ് ആക്ടിവിറ്റി ആണോ? അതിന്റെ എന്തുകൊണ്ടാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എഴുതിക്കോളൂ. 2 മാർക്കാണ്. അപ്പൊ ഈ 3ഉം 4ഉം ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. 3ഉം 4ഉം ക്വസ്റ്റ്യൻ ജസ്റ്റ് നോട്ട് ചെയ്യാം. 1ഉം 2ഉം ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതി വെക്കാം. പറഞ്ഞത് ക്ലിയർ ആണ്? കൈവീശി കാണിച്ചേ. 1 2 നമ്പർ ഇട്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്താ 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രം ടാറ്റ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാർ എനിക്ക് കാണിച്ചു തരും കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു 4 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ലിസ്റ്റ് ഔട്ട് എനി 4 മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ലിസ്റ്റ് ഔട്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. 4 മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. 6ാമത്തെ നോക്കാം. റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്. 3 മാർക്കാണ്. 7ാമത്തെ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. എ കോളം ബി കോളം കൂടി മാച്ച് ചെയ്യുക. 8ാമത്തെ നോക്കാം. വി വാണ്ട് ടു കൺസിഡർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. എക്സ്പ്ലെയിൻ എനി 4 ഓഫ് ഇറ്റ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏതെങ്കിലും 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക. 4 മാർക്കാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്? കൈവശി കാണിച്ച്. ഈ സ്ലൈഡ് ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ ഒക്കെ ചെയ്തു തുടങ്ങാം. ടൈം സ്റ്റാർട്ട് നൗ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് മെസ്സേജ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. മക്കളെ 15 മിനിറ്റ് എക്സാമിന് ടൈം ഉണ്ടായിരിക്കും. വേഗം എഴുതി തുടങ്ങിക്കോളൂ കേട്ടോ. മക്കളെല്ലാവരും വേഗം വീഡിയോ ഓണാക്കുക. സീറ്റിൽ വന്നിരിക്കുക. നമ്മൾ പേപ്പർ ചെക്ക് ചെയ്യാൻ പോവാണ്. പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ഓഫ് ആണെങ്കിൽ 0 മാർക്ക് ആയിക്കോട്ടോ. അപ്പൊ സാറിപ്പോ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ സ്ക്രീനിൽ കാണിച്ചു തരും. അത് നോക്കി മക്കള് കൃത്യമായിട്ട് പേപ്പർ ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്കറിയാലോ. ഹ്യൂമൻ കോസ് വരുന്നത് മിസ്മാനേജ്മെന്റ് ആണ്. കറക്റ്റ് ആണെങ്കിൽ 1/2 മാർക്ക് ഇടാം. പാരന്റ്സ് ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഇന്റേണൽ ട്രേഡ് ആണ്. ശരിയാണെങ്കിൽ 1/2 മാർക്ക് ഇടാം. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതിക്കോളൂ. ഫിഷിങ്ങോ, മൈനിങ്ങോ, ഹണ്ടിങ്ങോ, ഫാമിങ്ങോ, അഗ്രികൾച്ചറിങ്ങോ, ഫുഡ് ഗാദറിങ്ങോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതിക്കോളൂ. 2 എക്സാമ്പിൾ എഴുതിയാൽ 1/2 മാർക്ക് വെച്ചിട്ട് 1 മാർക്ക് കൊടുക്കാം. 2 എക്സാമ്പിളിന് 1/2 മാർക്ക് വെച്ചിട്ട് 1 മാർക്ക് കൊടുക്കാം. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിന് ഇതൊരു ബിസിനസ് ആക്ടിവിറ്റി ആണോ മക്കളെ? അല്ല. അല്ലെ? അപ്പൊ ബിസിനസ് ആക്ടിവിറ്റി അല്ല എന്ന് എഴുതുന്നതിന് 1 മാർക്ക്. ഇറ്റ് ഈസ് നോട്ട് എ ബിസിനസ് ആക്ടിവിറ്റി. അതിന് 1 മാർക്ക്. ദെൻ എന്താ ഇൻ റീസൺ? ബിക്കോസ് ദർ ഈസ് നോ റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ്. അല്ലെ? അതിന്റെ ആ ഡീലിങ്സിൽ റെഗുലാരിറ്റി ഇല്ല. അപ്പൊ അത് എഴുതുന്നതിനും 1 മാർക്കാണ്. ബിസിനസ് ആക്ടിവിറ്റി അല്ല എന്ന് എഴുതുന്നതിന് 1 മാർക്ക്. അത് റെഗുലർ അല്ല എന്നതിന് 1 മാർക്ക്. അങ്ങനെ മൊത്തം 2 മാർക്ക് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അഞ്ചാമത്തത് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ്. ഏതെങ്കിലും ഒരു 4 മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഹെഡിങ് മാത്രം എഴുതിയാൽ മതി. അര മാർക്ക് വെച്ചിട്ട് 4 2 മാർക്ക് കൊടുത്തോളൂ. മാർക്കറ്റ് സ്റ്റാൻഡിംഗ്, ഇന്നോവേഷൻ, പ്രൊഡക്ടിവിറ്റി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഏർണിംഗ് പ്രോഫിറ്റ്, മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്, വർക്കേഴ്സ് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഏതെങ്കിലും 4 എഴുതി കഴിഞ്ഞാൽ അര മാർക്ക് വെച്ച് 4 2 മാർക്ക് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഫറൻസ് എഴുതാം. കറസ്പോണ്ടിങ് ഡിഫറൻസ് ആണെങ്കിൽ മാത്രം 3 എഴുതണം. ഓരോ സെറ്റിന് ഓരോ മാർക്ക് വെച്ചിട്ട് 3 3 മാർക്ക് കേട്ടോ. എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ ബിസിനസ്സിലും പ്രൊഫഷനിലും എംപ്ലോയ്മെന്റിലും എസ്റ്റാബ്ലിഷ്ഡ് തന്നെ എഴുതുക. നേച്ചർ ഓഫ് വർക്ക് ആണെങ്കിൽ ബിസിനസ്സിലും പ്രൊഫഷനിലും എംപ്ലോയ്മെന്റിലും അത് തന്നെ എഴുതുക. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ഉണ്ടെങ്കിൽ ഓരോ സെറ്റിന് 1 മാർക്ക് വെച്ചിട്ട് 3 3 മാർക്ക് കൊടുത്തോളൂ. സാർ ഇപ്പോൾ ആൻസർ കാണിച്ചൊരു ബോർഡിൽ നോക്കി ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നോക്കി ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏതാ എഴുതിയേക്കുന്നത് അതൊക്കെ ചെക്ക് ചെയ്യാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് വരുന്നത് ഇൻഷുറൻസ് ആണ്. ഫിനാൻസ് വരുന്നത് ബാങ്കിങ് ആണ്. നോളജ് വരുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. ശരിയാണെങ്കിൽ അര മാർക്ക് വെച്ചിട്ട് 4 2 മാർക്ക് കൊടുത്തോളാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബേസിക് ഫാക്ടേഴ്സ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്സിൽ നമ്മൾ ഒരു 9 ഫാക്ടറോളം പഠിച്ചിട്ടുണ്ടായിരുന്നു, 9 10. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 4 എക്സ്പ്ലെയിൻ ചെയ്യാം. ഹെഡിങ് അടക്കം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് വീതം കൊടുക്കുക. ഹെഡിങ് മാത്രം ഉള്ളെങ്കിൽ അര മാർക്ക് വീതം കൊടുക്കുക. സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ് ആണ്. അതിൽ നേച്ചർ ടൈപ്പ് നോക്കണം. സൈസ് ഓഫ് ബിസിനസ് സ്മോൾ വേണോ ചെറുത് വേണോ ലാർജ് വേണോ തീരുമാനിക്കണം. ഫോർമേഷൻ ഓഫ് ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് വേണോ പാർട്ണർഷിപ്പ് വേണോ തീരുമാനിക്കുക. ലൊക്കേഷൻ നോക്കുമ്പോൾ ബാങ്ക്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ നോക്കാം. നെക്സ്റ്റ് ഫിനാൻസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റിലും കറണ്ട് അസറ്റിലും എത്ര ഇൻവെസ്റ്റ് ചെയ്യണം നോക്കുക. ഫിസിക്കൽ ഫെസിലിറ്റി, മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ ആയിട്ട് എത്ര വേണം നോക്കുക. ലാൻഡ് ലേഔട്ട്, എല്ലാ കാര്യങ്ങളും ഫിസിക്കലി അറേഞ്ച് ചെയ്യുക. വർക്ക് ഫോഴ്സ് നല്ല സ്കിൽഡ് ആയിട്ടുള്ളതും സെമി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് എത്രത്തോളം വേണം തീരുമാനിക്കുക. ടാക്സ് പ്ലാനിങ്, ടാക്സ് ലയബിലിറ്റി തീരുമാനിക്കുക. ലോഞ്ചിങ് എന്റർപ്രൈസസ്, ലാസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 വിത്ത് എക്സ്പ്ലനേഷനോടെ ആണെങ്കിൽ ഓരോ മാർക്ക് വീതം കൊടുക്കുക. ഹെഡിങ് മാത്രമാണെങ്കിൽ അര മാർക്ക് വീതം കൊടുക്കാം. മാർക്ക് ടോട്ടൽ ചെയ്യാം. ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് ഇടാം. സോറി, ഔട്ട് ഓഫ് 15 എത്രയാണ് മക്കളെ? ഔട്ട് ഓഫ് 15 എത്രയാണെന്ന് ഇടാം. 15 എത്രയാണെന്ന് ഇടാം. 1 minute ടൈം പേപ്പർ ക്ലിയർ ആയിട്ട് സെൻഡ് ചെയ്യാം.